നമസ്കാരം. ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത സംഭവ വികാസങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണകർത്താക്കൾ ഭരിക്കുന്ന ഗാസയിലെ മനുഷ്യരുടെ ശാപം പേറുന്ന ജൂതരാഷ്ട്രത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാണ്. ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ ഖത്തർ ഇടപെടൽ നടത്തിയെന്നാരോപിച്ച ഖത്തർ ഗേറ്റ് എന്നറിയപ്പെടുന്ന അഴിമതിയുടെ കുടുക്കിലാണ് ഇപ്പോൾ ഇസ്രായേല്. യൂറോപ്പിനെ തന്നെ പിടിച്ചുകുലുക്കിയ അഴിമതി കേസാണ് ഖത്തർ ഗേറ്റ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുൻ മുഖ്യ സഹായി എലീസ ഫെൽസ്റ്റീൻ ആണ് അന്വേഷണത്തിന്റെ കേന്ദ്രബിന്ദു. വിദേശ മാധ്യമങ്ങൾക്ക് രഹസ്യരേഖകൾ ചോർത്തി നൽകിയതിനും തെറ്റായ വിവരങ്ങൾ തടയുന്നതിന്റെ മറവിൽ നെതന്യാഹുവിന്റെ സ്വന്തം അനുമതിയോടെ ഉന്നതതല സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള വിവരങ്ങൾ ചോർത്തിയതിനും 2024 നവംബറിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണത്തിൽ ഫെൽസ്റ്റീന്റെ ഖത്തർ അധികൃതരുമായുള്ള ബന്ധങ്ങൾ വെളിപ്പെട്ടു. 2023 ഒക്ടോബറിൽ ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ ഗാസ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഖത്തറിന്റെ അസാധാരണമായ പങ്ക് എന്ന ആശയം സജീവമായി പ്രചരിപ്പിക്കാൻ ഫെൽസ്റ്റീൻ തന്റെ ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചു. 2024 ഇസ്രയേൽ സുരക്ഷാ സേന ഫെൽസ്റ്റീനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഖത്തറുമായുള്ള കരാർ അവസാനിപ്പിച്ചത്. ഹമാസുമായുള്ള ചർച്ചകളിൽ ഖത്തറിന്റെ നിഷ്പക്ഷ ശക്തി അതിശയോക്തിപരമായിരുന്നുവെന്നും ആരോപണമുയർന്നിരുന്നു. ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലെന്ന ഖത്തറിന്റെ തീരുമാനം നയതന്ത്ര വഴക്കമായി അവതരിപ്പിക്കപ്പെട്ടു. ഇത് സിറിയയിലെ എഫ്രിനിലെ ഹമാസ് സൈനിക പരിശീലന ക്യാമ്പുകൾ ഉൾപ്പെട്ട അഴിമതിയെ കുറച്ചുകണ്ട് കൂടുതൽ സംശയാസ്പദമായി. ഖത്തറി കരാറുകൾക്ക് നിർമ്മാണവുമായി ബന്ധമുണ്ടെന്ന ആരോപണമുയർന്നു. ഈ യാദൃശിക സംഭവങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള രേഖകൾ ഉപയോഗിച്ച് അന്താരാഷ്ട്ര അഴിമതികൾ മറച്ചുവെക്കാൻ ഖത്തറിനെ സഹായിച്ചു എന്ന സംശയവും ബലപ്പെടുത്തി. രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രത്യേക അന്വേഷണം എന്ന് തുടക്കത്തിൽ തരം തിരിച്ചിരുന്ന കേസ് ഇപ്പോൾ കൂടുതൽ പരസ്യമാവുകയാണ്. സമീപ ആഴ്ചകളിൽ പുതിയ സംഭവ വികാസങ്ങൾ സംശയിക്കപ്പെടുന്നവരിലേക്ക് വിരൽ ചൂണ്ടിയതോടെ ഇത് പൊതുജന ശ്രദ്ധ ആകർഷിച്ചു. ഈ അഴിമതി ഇസ്രയേലിന്റെ രാഷ്ട്രീയ വിഭാഗത്തെ മാത്രമല്ല ബിസിനസ് സമൂഹത്തെയും ബാധിച്ചിട്ടുണ്ട്. അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചുള്ള അന്വേഷണവുമായി ആരംഭിച്ചത് ഉടൻ തന്നെ പുതിയ വിവരങ്ങൾ ശേഖരിക്കുകയും ഖത്തർ ഗേറ്റ് എന്ന അഴിമതിക്കൊപ്പം ചേർന്ന് വായിക്കപ്പെടുകയും ചെയ്തു. മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ രാജി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ഉന്നത നേതൃത്വത്തിന് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഈ പേര് സൂചന നൽകുന്നുണ്ട്. അന്വേഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കണക്കുകളെ കുറിച്ചുള്ള ഈ പുതിയ വിവരങ്ങൾ ഇസ്രയേലി പൊതുജനങ്ങളെ വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ ഭീഷണിയുടെ യഥാർത്ഥ വ്യാപ്തിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് തുടക്കമിടാം. ഇസ്രയേലി ഉന്നതർക്കിടയിൽ പലരും ഫെൽസ്റ്റീന്റെ കാര്യം മുതലെടുക്കാനും ശ്രമിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ആധിപത്യം പുലർത്തിയിട്ടുണ്ടെങ്കിലും നെതന്യാഹുവിന്റെ കരിയർ ഇപ്പോൾ പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷത്തിലുമുള്ള നിരന്തര എതിരാളികളോട് നേരിടാൻ വേണ്ടി മാത്രമായിട്ടുണ്ട്. ഈ ഉൾപോര് അദ്ദേഹത്തിന്റെ സർക്കാരിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം അവിടെ രാഷ്ട്രീയ അതിജീവനം എന്നത് സൈനിക തന്ത്രത്തിന് അടിയന്തരമായി എതിരാണ്. ഇസ്രയേൽ ഗാസയിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതോടെ സൈനിക സ്ഥിതിഗതികൾ വഷളാവുകയാണ്. സൈനിക നടപടികൾ വർദ്ധിപ്പിച്ചും ലെബനനിലും സിറിയയിലും വ്യോമാക്രമണങ്ങൾ തുടർന്നും ഇസ്രയേൽ ചുറ്റും നരകം തീർക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ അസ്ഥിരതയും ഖത്തർ ഗേറ്റ് പോലുള്ള അഴിമതികളും പ്രതിസന്ധിയെ കൂടുതൽ ആഴത്തിലാക്കുന്നുണ്ട്. യുദ്ധകാല പ്രവർത്തനങ്ങൾ, ആഭ്യന്തര വിയോജിപ്പുകൾ, അന്താരാഷ്ട്ര സമ്മർദ്ദം എന്നിങ്ങനെ ഒരേ സമയം നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സന്തുലിത നടപടിയാണ് നെതന്യാഹുവും സഖ്യകക്ഷികളും ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഗാസയിലെ യുദ്ധം നീണ്ടു നിൽക്കുകയും സങ്കീർണതകൾ വർദ്ധിക്കുകയും കൂടി ചെയ്യുമ്പോൾ അധികാരം നിലനിർത്തുന്നതിന് നേതാവും കൂട്ടരും ഇനിയും വിയർക്കുമെന്ന് തീർച്ചയാണ്.